പിന്നെ ഈ ഭൂമികയിൽ എൻ്റെ 28 വർഷവും 5 മാസവും 27 ദിവസവും നീളുന്ന സർവീസ് അവസാനിക്കുകയാണ്. ഇനി കറക്റ്റ് 1 മണിക്കൂർ 8 മിനിറ്റ് കഴിയുമ്പോൾ സർവീസിൽ നിന്നും നമ്മൾ പുറത്താകുന്നതാണ്. സന്തോഷമുള്ള നിമിഷമാണിത്. നമ്മളെല്ലാം എന്ന് പറയുന്നത് നമ്മൾ ഈ മരണം കണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥ രസകരമാണ്. പക്ഷെ എല്ലാവരും ഓരോ മരണം കാണും. മറ്റേ പെട്ടികളൊക്കെ പോയി കിടപ്പുണ്ടായിരിക്കും നമ്മൾ കാണും. നമ്മൾ വലിയ പുറത്തോട്ടൊക്കെ പോയി ചുറ്റിക്കിറങ്ങി തേച്ചിട്ടൊക്കെ പോകും. പക്ഷെ ആ ഒരു സത്യം അവിടെ കിടപ്പുണ്ടെന്നാണ് നമ്മൾ പെട്ടിയിനകത്ത് കിടക്കണമെന്നുള്ളൊരു സത്യമുണ്ട്. അപ്പൊ നമ്മള് പലപ്പോഴും ഇങ്ങനെ ഈ ജീവിതത്തിലേക്ക് കയറുമ്പോൾ ഒത്തിരി റിട്ടയർമെന്റ് ഫംഗ്ഷനുകൾ കണ്ടിട്ടുണ്ട്. ഈ ഫംഗ്ഷനുകളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ ഞാൻ കണ്ടിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ട് ഭയങ്കര ഫീലായിട്ട് ചിലപ്പോൾ അവർ വീട്ടിൽ നിന്നൊന്നും ആരെയും വിളിച്ചുകൊണ്ട് വരാതിരിക്കും. അതുപോലെ തന്നെ കഴിയുന്നവര് ചിലർ മിണ്ടാതെ ആരോടും പറയാതെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന 1-2 പേരെ നമുക്കറിയാം ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്ന പക്ഷേ നമ്മളോടൊന്നും ആരോടൊന്നും അറിയിക്കാതെ സുഖമായിട്ട് പെട്ടെന്ന് അവർ ഇവാക്യുവേറ്റ് ചെയ്ത് പോകുന്നതിനൊക്കെ അങ്ങനെയൊക്കെ സർവീസ് നിന്ന് റിട്ടയർമെന്റ് നേടുക എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ ഒരു സർവീസ് ബുക്കിലെടുത്ത് നമ്മൾ കയറിയപ്പോൾ തന്നെ ഡേറ്റ് ഓഫ് ജോയിനിങ് എഴുതിയതിന് തൊട്ട് താഴത്ത് ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു സർവീസ് പരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. കാലഘട്ടത്തില് 56 വയസ്സ് റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഏജ് ആയിട്ട് നമുക്ക് കൂട്ടുവാൻ പറ്റുന്ന ഒരു കാര്യമാണ്. AICB പോലെയുള്ളയോ നമ്മുടെ കേരളത്തില് അത് വലിയൊരു തെറ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഒരുവിധം ഈ ഒരു 50 വയസ്സിന് ശേഷമാണ് സയന്റിഫിക്കായിട്ട് പറയുന്നത് ഒരു വ്യക്തി അവന്റെ ലൈഫിന്റെ ഏറ്റവും മച്ചുറായിട്ട് വരുന്ന ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഏകദേശം 50 വയസ്സാണ്. അപ്പൊ അതിന്റെ കഴിഞ്ഞിട്ട് അവരൊരു പദവിയിൽ കയറി അവൻ അതിന്റെ അറിവുകൾ സ്വാംശീകരിച്ച് അവൻ കൃത്യമായൊരു റൂട്ടിലേക്ക് വരുന്ന ഒരു സമയമൊക്കെ ആവുന്നത് ഒരു 56 വയസ്സ്. അപ്പൊ അവന് നല്ല കാര്യശേഷി ഉള്ളൊരു സമയമാണ് ഇപ്പൊ. 56 വയസ്സൊക്കെ ഇന്നും മലയാളത്തില് കാര്യശേഷിയുള്ള. അപ്പൊ ആ സമയത്ത് അവനെ വീട്ടിൽ കൊണ്ടുവരുത്തി ഒരു പണിയും ചെയ്യാതെ ഇങ്ങനെ മണത്തിൽ പിടിച്ച ഒരു സംവിധാനം ലോകത്തുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ യൂറോപ്യൻ പോലുള്ള രാജ്യങ്ങൾ പല രാജ്യങ്ങളിലേക്ക് 66 വയസ്സ് 70 വയസ്സ് ഇപ്പൊ അവരുടെ സാമൂഹ്യ സുരക്ഷ കൂടുന്നതിനനുസരിച്ച് ഏജ് ഓഫ് റിട്ടയർമെന്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇത് തെറ്റാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പറയാൻ പോകുമ്പോഴേക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിട്ടയർമെന്റ് പോകാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഈ കൂട്ടിയുള്ളത്. പക്ഷെ അതല്ല, നമ്മൾ പോയി എങ്കിലും അത് ശരിയല്ല എന്ന് പറയുന്നത്. റിട്ടയർമെന്റ് പ്രായം കൂട്ടേണ്ട ഒരു സമയം കേരളത്തിലായിട്ടുണ്ട്. അത് സംഭവിക്കുന്നു. പിന്നെ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ ഈ ഇരിക്കുന്ന ഈ സീക്വൻസ് കണ്ടു കഴിഞ്ഞാൽ സംഭവം ഒന്ന് ഹൃദ്യമായിരിക്കും അല്ലെ, ഒരു ഇന്റിമസി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഇന്റിമസി തന്നെയായിരുന്നു ഓരോ ഓഫീസിലും എനിക്ക് ഫീൽ ചെയ്തത്. ആ ഓഫീസ് എനിക്ക് ആ ഓഫീസ് എൻ്റെ ഒരു കുടുംബം പോലെയായിരുന്നു. തലശ്ശേരിയിലൊക്കെ ഇപ്പൊ എനിക്ക് വലിയൊരു സൗഹൃദം പോലെയുണ്ട്. ഞാനിത് ഇപ്പൊ തലശ്ശേരിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എത്രയോ വീടുകളുണ്ടോ നമ്മളവിടെ ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളെ സ്വീകരിക്കാനുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അത് ആ ഓഫീസും ഏത് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ നമ്മൾ ആ ഓഫീസിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ നിൽക്കുക എന്നുള്ള കൺസെപ്റ്റാണ്. പിന്നെ ഷഹനാസ് പറഞ്ഞ പോലെ ഒരു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഈഗോ എന്ന് നമുക്ക് സൂക്ഷിക്കേണ്ട. ഓഫീസിൽ നമുക്ക് ഈഗോ എന്ന് സൂക്ഷിക്കും. ഒരാൾ ചിലപ്പോൾ പെട്ടെന്ന് ഒരു ടെമ്പറായോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം എന്തിനാണ് വെച്ചത് നമുക്ക് അതിനെ അതേ അർത്ഥത്തിൽ തന്നെ നമുക്ക് വിട്ട് കളയാൻ പറ്റില്ല. ഓഫീസിൽ കുറച്ചുകൂടി സന്തോഷമാണ്. പിന്നെ KICB ഞങ്ങളെ സംബന്ധിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതമാണ് ഈ KICB ജോലി കിട്ടിയതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷവാനാണ്. കാരണം കേരളത്തിൽ ഇത്രയും നെറ്റ്വർക്കുള്ള മറ്റൊരു സ്ഥാപനം ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഭൂമി ഇന്ന് കൈവശിരിക്കുന്നത് KICB കയ്യിലാണ്. എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എല്ലാ KICB ഡാം സൈറ്റുകളാണ്. KICB ഏത് ഡാം സൈറ്റ് ചെന്ന് ചെങ്ങൽക്കുത്ത് ഡാം അതിന്റെ മുകളിലുള്ള ഐവിങ് കാണുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു ആംബിയൻസ് പോലെ വേറുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു പൊന്മുടി ഡാം സൈറ്റ് ആരെങ്കിലും പോയിട്ടുണ്ടോ? പൊന്മുടി ഡാം സൈറ്റിന്റെ അകത്തൊരു മഴ സമയത്ത് കയറി ആ പൊന്മുടി കെട്ടി നിന്നത് നമ്മൾ ആ പന്നേറുട്ടി ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിഷ്വൽ എന്ന് പറഞ്ഞത് അത് അസാധ്യമായ ഒരു വിഷ്വലാണ്. അപ്പൊ ആ വിഷ്വലിൽ നിന്നാണ് ഞങ്ങളുടെ ജീവിതം പറഞ്ഞത്. ഞങ്ങൾ ഈ ഇരിക്കുന്ന 8 പെങ്ങന്മാര്, പിന്നെ ഞാൻ ഉൾപ്പെടെ വരുന്ന ഞങ്ങളുടെ ഒരു സമൂഹം വളർന്നു വരുന്നത് പൊന്മുടി ഡാം സൈറ്റിൽ നിന്നാണ്. കേട്ടുകേൾവിയാണ്. എന്റെ ഏജിന്റെ തുടക്കത്തിൽ അച്ഛൻ പോയതിനാൽ അച്ഛനോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് ഇപ്പോഴൊക്കെ ഒരു ഇതായിരുന്നു. അച്ഛൻ നിങ്ങളിപ്പോ വന്നു എങ്ങനെയായിരുന്നു ജീവിതം കെട്ടിപ്പെടുത്തുന്നത് അച്ഛനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ സമയം കൂടുതലെടുക്കുന്നുണ്ടോ? എപ്പോഴും വളരെ 5 മണി സമയത്ത്. അപ്പൊ അച്ഛനോട് ചോദിക്കാൻ ഒത്തട്ടില്ല.
കാരണം പൂത്തോട്ട എന്ന് പറഞ്ഞ നാട് അവിടെ നിന്നാണ് ഞങ്ങൾ വരുന്നത്. പൂത്തോട്ടയുടെ പാലത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചിരിക്കണം, PSCയിൽ വരാൻ സാധ്യതയുണ്ട്. പൂത്തോട്ട പാലത്തിൽ നിന്ന് നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് പെരുമ്പളത്തീവ്, അതിന്റെ അമ്മ വീട്, അത് ആലപ്പുഴ ജില്ലയിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് എറണാകുളം, ഇടതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോട്ടയം. എന്ന് വെച്ചാൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ 3 ജില്ലയും കാണാൻ പറ്റുന്നതാണ് പൂത്തോട്ട പാലം. അപ്പൊ ഈ പൂത്തോട്ടയിൽ നിന്ന് അന്ന് 4 മക്കളുള്ള അതിന്റെ അമ്മേനെ ചേർത്ത് വിളിച്ചുകൊണ്ട് കേട്ടുകേൾവിയാണ് എനിക്കിപ്പോഴും ആ ചരിത്രം അറിഞ്ഞത്. നേര്യമംഗലം മുതൽ നടന്നിട്ടാണ് അച്ഛൻ ഹൈറേഞ്ചിലേക്ക് വരുന്നത്. അപ്പൊ ഈ നടന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് ഇരുട്ടായിട്ട് അവിടെ ഒരു യാക്കോബിയായിട്ട് എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടന്റെ വീട്ടിലാണ് കിടക്കുന്നത്, രാത്രി കിടക്കുന്നത്. അവിടുന്ന് വന്നിട്ട് ഒരു പനമ്പ് കുറച്ചൊരു വീടും 3 ഏക്കർ സ്ഥലത്ത് ജീവിച്ച് അവിടെയാണ് അച്ഛൻ ഞങ്ങൾക്ക് ജീവനം തരുന്നത്. അച്ഛനെ കയ്യക്ഷരം വളരെ നല്ല കയ്യക്ഷരമായിരുന്നു, നന്നായിട്ട്. ഇപ്പോഴും അച്ഛൻ എഴുതിയത് എന്റെ പേരിരിക്കുന്നു. അപ്പൊ കേൾവി അദ്ദേഹം എഴുത്ത് പഠിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് കുട്ടികളെ എഴുത്ത് പഠിക്കുന്ന ഒരു മേഖല ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹത്തെ ഒരു ഡിസിഷൻ ഉണ്ട്, എന്താണ് പൂത്തോട്ടം എന്ന് പറഞ്ഞാൽ ആ ഒരു നാട്ടിലെ ചിലപ്പോൾ എൻ്റെ അമ്മേനെയും ആ 4 പിള്ളേരെയും കൂടി കഴിഞ്ഞാൽ ഗതി പിടിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിന്റെ പുറത്താവാം അവരെ കൊണ്ട് അത്രയും സൗകര്യമുള്ള ഒരു നാട്ടിൽ നിന്ന് ഒട്ടും സൗകര്യമില്ലാത്ത ഹൈറേഞ്ചിൽ വെള്ളത്തിലേക്ക് വരികയും അവിടെ പുത്തോറ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ ഒരു 3 ഏക്കർ സ്ഥലം മേടിച്ച് അവിടെയാണ്. പിന്നെ ഈ നാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കടന്ന് വെള്ളത്തിൽ സർജ. എന്റെ വീട്ടിൽ നിന്ന് ചെറുപ്പം മൂത്രം ഒഴിക്കാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റ് ചെന്ന് നിൽക്കുന്നത് തിക്കന്റെ പുത്താണ്. അപ്പൊ ഈ സർജിനെ നോക്കിയാണ് രാവിലത്തെ മൂത്രം ഒഴിക്കുന്നത്. അവിടെ മുതല് ഈ KGBയുടെ ഐഡന്റിഫിക്കേഷൻ നമ്മുടെ മനസ്സിലുണ്ട്. സർജിന് പക്ഷെ ഒരു ഗുരുക്കോസം പറ്റിയിട്ടില്ല. സർജിന് ഇതുവരെ ഒരു ഗുരുക്കോസം പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇറക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു 10-ൽ 5-6 പേരും KCBയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. പിന്നെ വെള്ളത്തൂൽ എന്ന് പറയുന്നത് ഒത്തിരി പേര് വന്ന് ചേർന്ന് ക്രിയേറ്റ് ചെയ്തൊരു സംസ്കൃതിയാണ് വെള്ളത്തൂർ. പല നാടുകളിൽ നിന്ന് വന്ന് അവിടെ ചേരുകയും അവിടെ വന്നവർ പിന്നെ അവിടുന്ന് വിട്ടു പോകാതെ ഇരിക്കാനും ശ്രമിക്കുന്നത് എന്തോ ഒരു പ്രത്യേകത വെള്ളത്തൂർ സിറ്റിക്കുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നത് നല്ല എഴുത്തുകാരും വിപ്ലവക്കാരും ഒത്തിരി പേര് അവിടെ വെള്ളത്തൂർ സിറ്റിയിൽ നിന്ന് ഉദയം കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ആയിരുന്നു എന്റെ വളർച്ച. അപ്പൊ KCBയുടെ വെള്ളത്തൂവൽ പവർ ഹൗസ് അതിന്റെ ആ ഒച്ച കേട്ടിട്ടുണ്ട്. വെച്ചാൽ 4 വായ തന്നിരിക്കുന്നതായി വെള്ളത്തൂർ പവർ ഹൗസിൽ നിന്ന് അത് മാത്രമേ ഉള്ളൂ നമുക്ക് അത്രയും വെള്ളം പുറത്തേക്ക് തള്ളുന്നത് വിസിബിളായിട്ട് കിട്ടുന്ന ആ പവർ ഹൗസിൽ നിന്ന് വെച്ചു. വിവറാസിറ്റി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തൂർ പവർ ഹൗസിൽ നിന്ന് ആ ജനറേറ്റർ വർക്ക് ചെയ്തിട്ട് വെള്ളം പുറത്തേക്ക് തള്ളി വരുന്നത് പോലെ. അപ്പൊ ഞങ്ങൾ ചെറുപ്പത്തിൽ 10ാം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോൾ ആ കാഴ്ച കൊണ്ടാണ് ഞങ്ങളിങ്ങനെ വളരുന്നത്. പിന്നെ KCBയുടെ വണ്ടികളാണ് എപ്പോഴും തിരുവനന്തപുരം ഓടുന്നത്. പിന്നെ ചേട്ടൻ KCBയിലായിരുന്നു, നമ്മുടെ അളിയൻ KCBയിലായിരുന്നു, മറ്റൊരു അളിയനുണ്ട്. അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ അച്ഛനെ ഇവിടെ നിന്നാണ്. അപ്പൊ ചെറുപ്പത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു KCBയിൽ ജോലി കിട്ടുക എന്നുള്ളത്. അപ്പോഴും അച്ഛനെടുത്തൊരു ഡിസിഷൻ പോലെ ഞാനും ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ടാണ് ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. നമ്മളൊക്കെ ഈ ഏജിലുള്ള കുട്ടികളൊക്കെ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം. കാരണം നമുക്ക് മുന്നിൽ വരുന്ന ചില സാധ്യതകളെ നമ്മൾ തള്ളിക്കളയാറില്ല, സാധ്യതകളെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. പൂനെയിലെ LLB പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിന്റെ ഇന്റർവ്യൂ വരുന്നത്. ഇന്റർവ്യൂക്കാർ അന്ന് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ SP അല്ലാട്ടോ. ഇവിടെ ഞാൻ എന്തെങ്കിലും പറയാൻ പറയും, ആ SP ആണ്. SP ഞാൻ സ്വയംഭംഗിയാണ്. അപ്പൊ അന്ന് നമുക്ക് മൊത്തം ഒരു 6 ഏക്കർ സ്ഥലം ഉണ്ട് അവിടെ, 2 അടുത്തായിട്ട് സ്ഥലം വെച്ച്. അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയും, ഞങ്ങൾ ചീര് പെറുക്കാൻ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കുരുമുളക് മൂക്കുന്നതിന് മുമ്പ് പൊഴിഞ്ഞു വീഴുന്നത് ചോട്ടിച്ചാടി കിടക്കുന്നത് പെറുക്കി കഴിഞ്ഞാൽ ചീര് പെറുക്കി നമുക്ക് വിൽക്കാൻ പറ്റുന്നു. അന്ന് ഹൈറേഞ്ചിലെ കർഷകർക്കിടയിൽ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന വസ്തു, ഏറ്റവും വില കടയിൽ നിന്ന് കുറഞ്ഞു കിട്ടുന്ന ഒരു വസ്തു ചീര. അതിന് ചീര എന്നൊരു വാക്കാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ അന്ന് നമുക്ക് ചീര പെറുക്കി കൊടുത്താൽ കിട്ടുന്ന കാശേ ഉള്ളൂ. അന്ന് ആദ്യത്തെ 2430 രൂപയുടെ എനിക്ക് ശമ്പളം കിട്ടി. അപ്പൊ LLB പഠിച്ചിരിക്കുന്ന സമയത്ത് KCBയിൽ ഒരു വർക്കറായിട്ട് ഒരു ജോലി കിട്ടണം. അപ്പൊ അന്ന് അവിടെ ചെല്ലുമ്പോൾ ഇന്റർവ്യൂ ബോർഡില് അന്ന് മുടിയും താടിയൊക്കെ എനിക്ക് കിട്ടായിരുന്നു. അപ്പൊ ഇത് പൂനെ എന്ന് പറഞ്ഞത് എനിക്കിത് ഡ്രിം ചെയ്യാനുണ്ട്. അപ്പൊ അവിടെ ഇന്ന് ഇന്റർവ്യൂക്കാരൻ ആദ്യം വിളിച്ചില്ല, നിങ്ങൾ മുടിയും താടി കിട്ടാവും. അപ്പൊ ഞാനിത് ഇങ്ങനെ പറ്റിയ അന്ന് തത്വചിന്തകനെ പോലെ നടക്കുക, ഒരു കഥയുടെ ഷർട്ടൊക്കെ ഇട്ട് നീല ജീൻസ് ഒക്കെ പറഞ്ഞു. അപ്പൊ കാർൽ മാക്സിന് പറയും. അപ്പൊ ഇതേപോലെ എന്താ നിങ്ങൾ മുടിയും താടിയും പെട്ടാതെ വന്നു. ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ പൂനെ. അപ്പൊ പുള്ളി എടുത്ത വഴി ചോദിച്ചു, നിങ്ങൾ പൂനെ എന്തിനാ വന്നു? അപ്പൊ നമുക്ക് സത്യം പറയാം, നമ്മൾ സത്യമേ പറയൂ. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഞാൻ അവിടെ ഇങ്ങനെ ഇതിൽ പഠിക്കുകയാണ്.
അപ്പൊ എടുത്ത വഴിക്ക് അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ വർക്ക് ജോലി എന്താണെന്ന് അറിയാമെന്ന്. ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു, ട്രാൻസ്ഫോമർ ക്ലീൻ ചെയ്യാൻ പോകണം, ട്രാൻസ്ഫോമറിന്റെ ചൂട് നന്നാക്കണം, പോസ്റ്റ് കുഴിച്ചിടണം, അതൊക്കെ നമുക്കറിയാം. ഈ വർക്കറെ പഠിച്ചിട്ടുണ്ട്. പിന്നെ കമ്പി വലിക്കാൻ പോകണം. അപ്പൊ ഈ സാർ എന്നോട് പറഞ്ഞ് ഇതിനൊന്നും ഒരു വക്കീലിന്റെ ആവശ്യമില്ല. പുള്ളി പറഞ്ഞ ഇതിനൊന്നും ഒരു വക്കീലിന്റെ ആവശ്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഒരു വക്കീലാണ്, ഈ പണിയൊക്കെ ചെയ്യും, ഞാൻ ഹൈറേഞ്ചിലെ ഒരു ഉത്തമനായ കർഷകനാണ്, എനിക്ക് ഇങ്ങനെയുള്ള പണികളെല്ലാം ചെയ്യാൻ. പക്ഷെ എന്റെ ധാരണ ഇദ്ദേഹത്തെ തള്ളിക്കളയുന്നത്. ഇത്രയും പറഞ്ഞ് വേറെ ഒന്നും എന്നോട് ചോദിച്ചുള്ളത്. ഇദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞു ഇന്റർവ്യൂ കഴിഞ്ഞ് പൊക്കണമെന്ന് പോയി. പക്ഷേ 142ാമത്തെ മെയിൻ ലിസ്റ്റ് അന്ന് 3,60,000 മേലെയായിരുന്നു. അന്ന് KCB ഏറ്റവും വലിയ റെക്കോർഡ് വന്ന ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ 7ാം ക്ലാസ് പാസ്സായിരുന്നു. മറ്റേ ഇതിന് ടൈം എഡ്യൂക്കേഷൻ ബാർ കൊടുത്തില്ല. അപ്പോൾ PhD ഉള്ളവര്, BTech ഉള്ളവര് എല്ലാവരും അയച്ചൊരു ലിസ്റ്റായിരുന്നു ആ കാലഘട്ടത്തിലെ വർക്കറിന്റെ ലിസ്റ്റ്. അപ്പൊ അതിന്റെ അത് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തത്. 362. അങ്ങനെയാണ് ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ എത്തുന്നത്. അത് ഞാൻ ഈ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ മെയിൻ ലിസ്റ്റ് 142ാമത്തെ പ്ലേസിൽ എന്നെ എത്തുന്നത്. അപ്പോഴും നീ ഇരിക്കുന്ന എന്റെ പെണ്ണുടെ അളിയൻ എന്നോട് ചോദിച്ചു, സായിബനെ ഈ പണിക്ക് പോകണോടാ, ഇങ്ങനെ ചോദിച്ചു, സായിബൻ ഈ പണിക്ക് പോകണോടാ, നീ വേറെ വക്കീല്. പക്ഷെ അത് നമുക്ക് പറയും, ഈ അച്ഛനൊക്കെ തന്നെ ജീവിതത്തോട് തോന്നി വലിയ ഒരു ഇഷ്ടമായിരുന്നു. അപ്പൊ അച്ഛനൊക്കെ തന്നെ ജീവിതത്തിന്റെ അച്ഛനൊക്കെ കട്ട ചിലപ്പോ തുടക്കത്തിൽ അവിടെ കല്ല് ചെന്നതാവാം, ചിലപ്പോ അവിടത്തെ ട്രെഞ്ച് കുത്തിയതാവാം, പിന്നീട് എപ്പോഴും ആവാം അദ്ദേഹത്തെ ഒരു കണക്കത്തിന്റെ ആയിട്ട് അവിടെ എടുത്തു കാണും. ശരിയല്ലേ? നമുക്ക് സംഭവത്തിനൊക്കെ അങ്ങനെയാവും. അപ്പൊ അങ്ങനെ വന്നുകൊണ്ട് ഈ KCBയോട് എന്റെ ഉള്ള വലിയൊരു ഇതുകൊണ്ടാണ് KCBയിൽ ഒന്ന് ജോലി ചെയ്യും. അന്ന് ഞാൻ KCBയിൽ ജോലി എടുത്തില്ലെങ്കിൽ ഇന്നും എനിക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ പറമ്പില് വരുമാനം കൊണ്ട് ജീവിച്ചു പോകാമെന്നുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള അവസ്ഥ അച്ഛൻ ഉണ്ടാക്കിയിട്ട് പോയ കാലഘട്ടത്തിലാണ് 2,430 രൂപയ്ക്ക് അവിടെ പോയി ജീവിക്കുന്നതും. ആദ്യത്തെ ശമ്പളം ഇത് ഞാൻ ഇന്ന് മനഃപൂർവ്വം ചെത്തിക്കൊണ്ടെന്നാണ്. ആദ്യത്തെ ശമ്പളം ഒരു നിക്ഷേപമാക്കി മാറ്റിയത്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ആദ്യത്തെ ശമ്പളം ഞാൻ ഒരു നിക്ഷേപമാക്കി മാറ്റി. അന്ന് ഒക്ടോബർ മാസം 1-ാം തീയതി സെപ്റ്റംബറിൽ ജോലി ചെയ്തു. സെപ്റ്റംബറിൽ അടുത്ത ഒക്ടോബർ അല്ലേ, ഒക്ടോബർ 1-ന് ശമ്പളം കിട്ടി 2,630 രൂപ. ആ കിട്ടിയ ശമ്പളം കൊണ്ട് മാഹി പോയി ഒരു HMGയുടെ വാച്ച് മേടിച്ച് അത് കയ്യിൽ കിട്ടി. അപ്പൊ ഇന്ന് വരെയും നിങ്ങൾ ഇപ്പൊ കാണാൻ, ഇനി നിങ്ങൾ വന്നിട്ട് കാണാൻ പോകുന്ന ഒരു സംഭവമുണ്ട്. എന്റെ വീട്, ആ വീട്ടിൽ എന്തൊക്കെയുണ്ടോ കുറച്ചു നാൾ ജോലി കിട്ടിയ എന്റെ വൈഫിന്റെ മൂലധനം കൂടി അതിനകത്ത് ചേർത്തിട്ടുണ്ടെങ്കിലും അതിനകത്ത് ഒരു നല്ല മൂലധനം അതിനകത്ത് ചേർക്കാൻ പറ്റുന്നത് KCB തന്ന ശമ്പളം കൊണ്ടാണ്, KCB തന്ന ബന്ധങ്ങൾ കൊണ്ടാണ്. അതുപോലെ തന്നെ അവിടെ ഇപ്പൊ നിങ്ങളീ പറയുന്നതായി ഞാൻ കുറച്ച് യാത്രകൾ ചെയ്തെന്ന് പറയുന്നതും ഞാൻ കുറച്ച് എഴുതി എന്ന് പറയുന്നതും എന്നെ എന്തെങ്കിലും ഒന്നാക്കിയെങ്കിൽ അത് ഈ KCB തന്ന സൗകര്യം. കാരണം നമ്മൾ KCBയിൽ ഇപ്പോൾ ഒരാട്ടിരിക്കുമ്പോൾ എനിക്കൊരു ലീവ് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് വരെ എനിക്ക് ലീവിന് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കിയത് നമ്മുടെ ഡിപ്യൂട്ടി ചെറിയ. അപ്പൊ ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഞാനിപ്പോ ഒരാളോട് ഞാൻ നിങ്ങളെ ലീവാണ് ഓക്കെ. പക്ഷെ എന്റെ ഡെസ്കിൽ പുറത്ത് ഒരു കംപ്ലൈന്റും ഒരു പരാതിയും ഒരു പേപ്പറും ഇല്ല. കാരണം മീൻകട്ടിലേക്ക് ഇറങ്ങുമ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11 മണിക്കാണ് ഡിസിഷൻ എടുക്കുന്നത്. ഞാൻ വൈകുന്നേരം റിലീവ് ചെയ്യുന്ന കാര്യം 11:30ക്കാണ് ഡിസിഷൻ എടുക്കുന്നത്. പക്ഷെ 5 മണിയായപ്പോ എന്റെ പേപ്പർ ക്ലിയർ ആയിട്ട് EB വർക്ക് എടുത്ത് വെച്ചിട്ട് പോരാൻ പറ്റും. അപ്പൊ ഒത്തിരി രണ്ടാമത് വിശുദ്ധി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിയതിന്റെ ഇന്ന് കേരളത്തിലെ ഏതാണ്ട് 1,000-1,200 പേര് ആ രൂപത്തിൽ നമ്മൾ റിലേറ്ററാണ്, കോറിലേറ്ററാണ്. എവിടെ സംഘടന കോറിലേറ്ററാണ്. പിന്നെ രണ്ടാമത് ഇപ്പൊ എഴുത്തുകാരൻ എന്നുള്ളൊരു ലേബൽ ഉണ്ടാക്കാൻ അതിനുവേണ്ടിയിട്ടൊക്കെ നമുക്ക് കുറച്ച് സമയം കൺസ്യൂമിംഗ് ചെയ്യണം. ഈ കൺസ്യൂമിംഗ് ഒക്കെ തന്നത് KCBയുടെ സൗകര്യം ഉപയോഗിച്ചാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൃത്യമുള്ളൊരു ഇടമായിരുന്നു കോതമംഗലത്ത് വന്നതിന് ശേഷം നമ്മുടെ ജനറേഷൻ സർക്കിൾ കോതമംഗലം. എപ്പോ വന്നാലും ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പേരുണ്ടായിരുന്നു. എപ്പോ ഞാൻ ഈ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ സാറേ ആ കാലഘട്ടം മുതല് ഇവിടെ വരുന്നത് വരെ ഈ ജനറേഷൻ സർക്കിൾ കോതമംഗലം എപ്പോഴും നമുക്ക് ഒരു കൃത്യമായ ഇടമായിരുന്നു. പിന്നെ മീൻകെട്ടുള്ള സമയം മുതലായിരുന്നു ഞാൻ ഇങ്ങോട്ട് വെറുതെ ഏതെങ്കിലും കിട്ടാന്ന് പറയുന്നത്. പക്ഷെ ഇതൊരു സർപ്രൈസ് പോലെ കഴിഞ്ഞ ജനറൽ ട്രാൻസ്ഫർ കിട്ടിയില്ല. പിന്നെ ഞങ്ങളൊരു യാത്രയിലായിരുന്നു കൊൽക്കത്തയില്. കൊൽക്കത്തയിൽ വെച്ച് പെട്ടെന്ന് അവിടുത്തെ കുട്ടിയാണ് ലോട്ടടിച്ചിരിക്കുന്നു സാറിന് ഗോവത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ജനുവരി 6-ാം തീയതി ഇവിടെ ഒന്ന് ജോലി ചെയ്യുന്നത്. അപ്പൊ ഈ സംഭവം തീർക്കുന്നതിന് മുമ്പ് 2 പേര് ഞാൻ മെൻഷൻ ചെയ്യാണ്. നമ്മുടെ ഈ ജനറേഷൻ സർക്കിൾ ഓഫീസിലെ 2 പേര് മെൻഷൻ ചെയ്യാതെ പോയി ചെയ്യുന്നത് തെറ്റായിട്ടാണ്. ഒരാകാംക്ഷ എന്നെ കുറിച്ചാണ് എന്ന് വന്നില്ലേ.
അതില് എന്നാൽ മറ്റേ ഒരു സൈഡ് ഞാൻ ചോദിച്ചാൽ ഇത് രണ്ടും ലേഡീസാണ്. അപ്പൊ ആണുങ്ങളുടെ സൈഡ് ക്ലിയർ ആയില്ല. അപ്പൊ ഒന്ന് ഈ കുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇനി അടുത്തതാരായിരിക്കും എന്നുള്ളൂ. അതവിടെ ഇരിക്കട്ടെ. ഷഹനാസ്, പ്രിയപ്പെട്ട ഷഹനാസ് പറഞ്ഞുകൊണ്ട് അത് എന്താ ഒരു ഹൃദ്യതയെന്ന് എനിക്കറിയില്ല. ഷഹനാസും ഞാനും തമ്മിൽ പലപ്പോഴും ഇങ്ങനെ റീഡ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യത്തെ ഏറ്റെടുക്കാനും എന്ത് കാര്യത്തിൽ നമുക്ക് ഇൻവോൾവ് ആകാനും ഏത് വിഷയത്തെയും നമുക്ക് നമ്മുടേതുപോലെ ഏറ്റെടുക്കാനൊക്കെയുള്ള എന്തോ ഒരു തന്മയത്വഭാവം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയെ പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ അന്യതാപൂർവ്വം ഫീൽ ചെയ്യുന്നില്ല. എന്ത് കാര്യം നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അത് കുടുംബസമേതം ഷഹനാസിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. എന്ത് കാര്യം അവരുടെ വീട്ടിൽ പോയിട്ട് എന്ത് കാര്യം പോയിട്ടുണ്ട്. അപ്പൊ എന്താ ഒരു പ്രത്യേകത ആ കുട്ടിയായിട്ടുള്ള ഒരു ബന്ധത്തിൽ അതിന് സൗഹൃദം, ഉത്തമമായ ഒരു സൗഹൃദം എന്ന് പറയുന്ന ഒരു ഭാഷ തന്നെയുള്ളത്. എത്ര വർഷമായി കണ്ടിട്ട്? 2003 കണ്ടത്. 2003 അവിടെ ജോയിൻ ചെയ്തു. അതിന് മുമ്പ് അതൊന്നും. ഇനി രണ്ടാമത്തെ ആരാണെന്ന് ആർക്കൊരു ഊഹിക്കാവും. ശരിക്കും ഊഹിക്കുന്നവർക്ക് ശരിക്കും അത് ശരിയായ ആൻസർ പറയുന്നവർക്ക് ഒരു സമ്മാനമുണ്ടോ? ആരോ സമ്മാനം മാറ്റൊന്നും പറയോ പറയോ. ഒരു വലിയൊരു സമ്മാനമുണ്ട്. ആരും പ്രതീക്ഷിക്കാത്തതാണല്ലേ ചേച്ചിയായിരിക്കും, അല്ലെങ്കിൽ സമ്മാനം അടിച്ചു. ആരോ പ്രിയമാണെന്ന്. അപ്പൊ ഞാനേ രണ്ടാമത് പറയാൻ പോകുന്നത് നമ്മുടെ പ്രിയാമണത്തെ കുറിച്ചാണ്. പ്രിയാമണൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇത്രയും ഒരു എന്താ പറയാ ഒരു സ്റ്റെഡിനെസ് സ്വഭാവത്തിൽ സൂക്ഷിച്ച ഒരു വ്യക്തി ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെയുള്ള ഒരു ഓഫീസ് ക്യാരക്ടറില് ഒരു ഓഫീസിനെ എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാം. അവര് ഭാഷ അധികം ഉപയോഗിക്കുന്നില്ല. അവരൊന്നും നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല. ഓഫീസിന്റെ ഒരു സമയത്തും നമ്മളെ ഇന്ററാക്ട് ചെയ്ത് നമ്മുടെ അകത്തേക്കോ ഒന്നും മാറാൻ ഡെസ്കിന്റെ പുറത്തേക്ക് ഒന്നും വരുന്നില്ല. എനിക്ക് തോന്നുന്നു പ്രിയാമ്മയുടെ അവിടെ നിന്ന് വണ്ടി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നേരെ ഞാൻ എന്നിട്ട് അവിടെ എങ്ങനെ കസേരയിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് ഞാൻ ചെയ്യും. കാരണം 10 മണിക്ക് കയറി കഴിഞ്ഞാൽ ഒരു 5 മണി വരെ ഒരാൾ കസേരപ്പുറത്ത് എങ്ങനെ ഇരിക്കാൻ പറ്റും? ഒരു ലേഡിക്ക് എങ്ങനെ ഇരിക്കാൻ പറയാറുണ്ട്. അവരുടെ ആ ഒരു ജയശങ്കർ സാർ ചിലപ്പോൾ നോക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഓഫീസിനെ കമാൻഡ് ചെയ്യാനുള്ള എന്നുവെച്ചാൽ അധികം നിർദ്ദേശങ്ങൾ കൊടുക്കാതെ അധികം ഇതൊന്നുമില്ലാതെ അവരുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് മാത്രം കമാൻഡ് ചെയ്യാനുള്ള ഒരു ഗ്രേസ് സൂക്ഷിച്ചൊരു വ്യക്തി എന്നുള്ളത് പ്രിയാമണത്തിനെയും കൂടി പറഞ്ഞുകൊണ്ട് മാത്രമേ എനിക്ക് അന്നത്തെ ഒരു വർഷവും പിന്നെ എത്രയാണെന്ന് അറിയാം. ഈ 28 ദിവസത്തിൽ നിന്ന് പിന്നെ 6 ദിവസം കൂടി തുടങ്ങും. ഒരു മാസവും കഴിഞ്ഞാൽ ജൂലൈ 6 അത്രയും വരുന്ന ടൈമിൽ അങ്ങനെ ജോലി ദിവസമായിട്ട് ഞാൻ വളരെ സന്തോഷവാനാണ്, ഉദാഹരണമാണ്. അങ്ങനെ വല്ലപ്പോഴും ഞാൻ വന്ന് ഇരിക്കാൻ പറ്റും ഞാനൊക്കെ ദേഷ്യപ്പെടുന്നു. അപ്പൊ ഞാൻ പറയും എന്തിനാ ഇത് സൂക്ഷിച്ചോളൂ, ഒന്നും ചിരിക്കത്തില്ലേ, ഒന്നും ചിരിക്കും നമ്മളോടൊന്നുമില്ല. അപ്പൊ അങ്ങനെ പക്ഷെ മാഡം ചിരിക്കുക. അപ്പൊ ഒരു കുടുംബം പോലെ വന്ന് ഇത്രയും സന്തോഷത്തോടു കൂടി ഇത്രയും നമുക്ക് എന്താ പറയുക ഇത് എല്ലാവർക്കും ഒരു ഫീലായില്ലേ, സന്തോഷമായിരുന്നു, ഹൃദ്യമായിരുന്നു.